നമസ്കാരം. ഈ ക്ലാസ്സിൽ കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേയിൽ വരുന്ന ചില മെസ്സേജുകളും നമുക്ക് എറേഴ്സ് എന്ത് സംഭവിച്ച എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്ന കാര്യമാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു മുഴുവൻ നമുക്കൊന്നും ബൈഹാർട്ട് പഠിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് ഒരു നെഗറ്റീവാണ് ശരിക്കും. എന്നാൽ പോലും നമ്മളൊന്ന് ഇതിനെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടായാൽ മാത്രം മതി. മുഴുവനായിട്ട് ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പോലും വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഒരു ചെറിയ ധാരണ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഇതിൽ വരുന്ന ചില മെസ്സേജുകൾ നമ്മൾ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഒന്ന് പവർ ഓൺ LED നോട്ട് ഓക്കെ ഒരു മെസ്സേജാണ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിലെ പവർ ഇൻഡിക്കേറ്റർ ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത് ബസർ നോട്ട് ഓക്കെ, കൺട്രോൾ യൂണിറ്റിലെ ബസർ ശബ്ദം ശരിയല്ല. അടുത്തത് ബിസി LED നോട്ട് ഓക്കെ, കൺട്രോൾ യൂണിറ്റിലെ ബിസി ലൈറ്റ് ശരിയല്ല. അടുത്തത് ഡിജിറ്റ് 2 നോട്ട് ഓക്കെ, കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ പാനലിൽ തകരാറുണ്ട്. അടുത്തത് ചേഞ്ച് ബാറ്ററി, കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററിയുടെ ചാർജ് നിശ്ചിത അളവിലും കുറഞ്ഞു എന്നാണ് അത് കാണിക്കുന്നത്. ഇനി അടുത്തത് BU01 കീ 06 നോട്ട് ഓക്കെ, ബാലറ്റിംഗ് യൂണിറ്റ് 1-ലെ 6-ാമത്തെ കീ ശരിയല്ല. അടുത്തത് BU01 റെഡി LED നോട്ട് ഓക്കെ, ബാലറ്റിംഗ് യൂണിറ്റിലെ റെഡി ലൈറ്റ് ശരിയല്ല. ഇനി SLNUM-BCU ഒരു നമ്പർ, അത് കൺട്രോൾ യൂണിറ്റിന്റെ പിൻഭാഗത്ത് രേഖപ്പെടുത്തിയ സീരിയൽ നമ്പറാണ് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത്. കാൻഡിഡേറ്റ്സ് 10 എന്ന് പറഞ്ഞാൽ 10 സ്ഥാനാർത്ഥികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ്. ബാറ്ററി മീഡിയം, ബാറ്ററി ഹൈ എന്ന് പറയുന്നത് 95 ബാറ്ററി മീഡിയം എന്ന് പറയുന്നത് 73% ആണ്. ബാറ്ററി ലോ എന്ന് പറയുന്നത് 45% ബാറ്ററി മാർജിനൽ എന്ന് പറയുന്നത് 26% ഈ മാർജിനലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാറ്ററി ചേഞ്ച് ചെയ്യണം എന്തായാലും. അപ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമ്മൾ തലേന്ന് അത് മാത്രം ഒന്ന് നോക്കാം, അല്ലെങ്കിൽ മോക്ക് പോളിന് മുമ്പ് നോക്കിയാലും മതി. ചേഞ്ച് ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററിയുടെ ചാർജ് മാർജിനൽ അവസ്ഥയ്ക്ക് താഴെയാണ്, അപ്പോൾ ബാറ്ററി മാറ്റണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മോക്ക് പോൾ സമയത്താണെങ്കിൽ ഇതെല്ലാം അത് മാത്രം അല്ല, ബാറ്ററി മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മാറ്റിയാൽ മതി. BU01 GN1 ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ബാലറ്റിംഗ് യൂണിറ്റുമായി വിജയകരമായി ബന്ധം സ്ഥാപിച്ചു എന്നാണ് അതിൻ്റെ സിഗ്നൽ. അതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. BU01 GN1 ഓക്കെ. ഇനി BU01 GN1 നോട്ട് ഓക്കെ, ബാലറ്റിംഗ് യൂണിറ്റ് 1-മായുള്ള ബന്ധം പരാജയപ്പെട്ടു എന്ന് അതിൻ്റെ അർത്ഥം. ദെൻ അടുത്തത് BU01 നോട്ട് റെസ്പോണ്ടിങ്, ബാലറ്റിംഗ് യൂണിറ്റുമായിട്ടുള്ള ആശയവിനിമയം തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ യൂണിറ്റിലെ സ്വിച്ച് ക്രമീകരണം ശരിയല്ല. അടുത്തത് BU നോട്ട് കണക്റ്റഡ്, കൺട്രോൾ യൂണിറ്റ് ബാലറ്റിംഗ് യൂണിറ്റിനെ തിരിച്ചറിയുന്നില്ല, ഒരു തകരാറാണ്. ദെൻ പ്രസ്ഡ് എറർ BU01, ബാലറ്റിംഗ് യൂണിറ്റിലെ ഏതെങ്കിലും ഒരു ബട്ടൺ അമർന്ന് തന്നെ ഇരിക്കുന്നു എന്നാണ് പ്രസ്ഡ് എറർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ഇൻവാലിഡ് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കൺട്രോൾ യൂണിറ്റിലെ ബട്ടണുകൾ തെറ്റായ ക്രമത്തിൽ അമർത്തി. അപ്പോൾ നമ്മൾ CRC അമർത്തേണ്ടതിന് പകരം അവസാനത്തെ ക്ലിയർ ബട്ടൺ മാത്രമാണ് അമർത്തുന്നതെങ്കിൽ ഇത് കാണിക്കും, ഇൻവാലിഡ് കാണിക്കും. അപ്പോൾ നമ്മൾ CRC തന്നെ അമർത്തേണ്ടത് വരും. ഇനോപ്പറേറ്റീവ്, കൺട്രോൾ യൂണിറ്റ് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. ഇനോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ മെസ്സേജിന്റെ അർത്ഥം അതാണ്. PS ബാലറ്റിംഗ് PST PET എന്ന് പറയുന്നത് വോട്ടെടുപ്പ് തുടങ്ങിയ സമയവും അവസാനിച്ച സമയവുമാണ്. അടുത്തത് ഡെലീറ്റിംഗ് പോൾഡ് വോട്ട്സ് ആണ്, അത് കൺട്രോൾ യൂണിറ്റിലെ വോട്ടുകൾ മായ്ച്ചു കളയുന്നു എന്നാണ്. അപ്പോൾ ആ ടേബിളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളതിലേക്ക് പോകാം. ഇനി
കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. അത് വോട്ടിംഗ് സമയത്താണെങ്കിൽ അത് ഫുൾ സെറ്റ് മാറ്റണം എന്നാണ് പറയുന്നത്. വോട്ടിംഗ് സമയത്താണ് കൺട്രോൾ യൂണിറ്റോ ബാലറ്റിംഗ് യൂണിറ്റോ ഏതെങ്കിലും ഒരെണ്ണം ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും അടങ്ങുന്ന ആ 3 സെറ്റും മാറ്റണം എന്നാണ് പറയുന്നത്. പുതിയ സെറ്റ് വെക്കണം. അങ്ങനെ പുതിയ സെറ്റ് വെച്ചാൽ തലേന്ന് അത് വെക്കുമ്പോൾ അവസാനം എത്ര വോട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതൊക്കെ എഴുതി വെക്കണം. പിന്നെ പുതിയ സെറ്റ് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് വെച്ച് കൊടുത്തിട്ട് മോക്ക് പോൾ നടത്തണം. അങ്ങനെ അങ്ങനെ പുതിയ സെറ്റ് വെച്ച് മോക്ക് പോൾ നടത്തി ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് വെച്ച് കൊടുത്താൽ മതി. മോക്ക് പോൾ നടത്തിയതിന് ശേഷം വീണ്ടും സീൽ ചെയ്ത് മോക്ക് പോൾ ഡേറ്റയൊക്കെ ക്ലിയർ ചെയ്ത് ആദ്യത്തെ പോലെ തന്നെ പിന്നെ ഇതിലും തുടങ്ങണം. അങ്ങനെ വോട്ടെടുപ്പ് തുടരുക. അപ്പോൾ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി വേണം. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തത്, കൺട്രോൾ യൂണിറ്റിൽ ഒരു ഡിസ്പ്ലേ ലിങ്ക് എറർ എന്ന് കാണിച്ചു. അങ്ങനെ ലിങ്ക് എറർ എന്ന് കാണിച്ചാൽ നമുക്ക് കേബിൾ കണക്ഷൻ ശരിയാണോ എന്ന് പരിശോധിക്കാനേ പാടുള്ളൂ. നമ്മളത് കണക്ടർ ഊരി മാറ്റാനോ വീണ്ടും ഘടിപ്പിക്കാനോ പാടില്ല. പരിശോധനയ്ക്ക് ശേഷവും ഈ ലിങ്ക് എറർ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഫുൾ സെറ്റ് മാറ്റണം. അതാണ് പറയാനുള്ളത്. അപ്പോഴും ഈ ഫുൾ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. വോട്ടെടുപ്പ് തുടരണമെങ്കിൽ നമ്മൾ ആ രീതികളൊക്കെ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഡിസ്പ്ലേയിൽ ചേഞ്ച് വിവിപാറ്റ് ബാറ്ററി എന്ന് കാണിച്ചെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ പിന്നെ പവർ പാക്ക് ബാറ്ററി മാത്രം മാറ്റിയാൽ മതി. പവർ ബാറ്ററി വിവിപാറ്റിന്റെ പവർ പാക്ക് ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യാതെ ഒരു കാരണവശാലും പവർ പാക്ക് ബാറ്ററി മാറ്റി ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ബിയും ബാലറ്റിംഗ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞു അത് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയ സെറ്റ് വെക്കുക എന്നാ. അപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യണം, പിന്നെ ഓൺ ചെയ്യരുത്. ഇനി ചേഞ്ച് ഓഫ് വിവിപാറ്റ് ബാറ്ററി എന്ന് കാണിച്ചാൽ പവർ പാക്ക് ബാറ്ററി മാത്രമേ മാറ്റാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യാതെ ഒരു കാരണവശാലും പവർ പാക്ക് ബാറ്ററി മാറ്റാൻ പാടില്ല. ഈ വിവിപാറ്റ് പവർ പാക്ക് ബാറ്ററി ഒക്കെ മാറ്റുന്നത് കൊണ്ട് പിന്നീട് മോക്ക് പോൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി മറ്റൊരു ഇതാണ് വിവിപാറ്റ് എറർ 2.1-2.14 എന്ന് കാണിച്ചാൽ കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യുക, വിവിപാറ്റ് ബാറ്ററി മാറ്റുക. അവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യാതെ വിവിപാറ്റ് ബാറ്ററി മാറ്റരുത്. ഇവിടെയും മോക്ക് പോൾ ആവശ്യമില്ല. മറ്റൊരു തകരാറ്, പ്രിന്റ് ചെയ്ത പേപ്പർ വിവിപാറ്റില് സ്ലിപ്പ് മുറിയാതെ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ കിടന്നാൽ എന്ത് ചെയ്യണം എന്നാണ്. അങ്ങനെ കിടന്നാൽ നമ്മൾ അത് വീഴ്ത്താൻ വേണ്ടി ആ പേപ്പർ സ്ലിപ്പ് ബോക്സിനുള്ളിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കരുത്. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോ ആ സമയം വരെ അവസാനം ചെയ്ത സമയം, വോട്ടറുടെ പേര്, ആ സമയത്ത് രേഖപ്പെടുത്തിയ ആകെ വോട്ടൊക്കെ എഴുതി ചെയ്തതിന് ശേഷം വിവിപാറ്റ് യൂണിറ്റ് അങ്ങനെ തന്നെ മാറ്റുക എന്നുള്ളതാണ് തൂങ്ങിക്കിടന്നാലുള്ള ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് വോട്ട് പരാതി ശരിയായാൽ, അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉടൻ റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കുക, വോട്ടെടുപ്പ് നിർത്തിവെക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. ഇനി മോക്ക് പോൾ സമയത്താണ് ഞാനിത് 2 കേസ് പറയുന്നുണ്ട്. മോക്ക് പോൾ സമയത്ത് ഓരോന്നും നടന്നാൽ എങ്ങനെ, ഇലക്ഷൻ സമയത്ത് നടന്നാൽ എങ്ങനെ. മോക്ക് പോൾ സമയത്ത് ബാലറ്റ് യൂണിറ്റ് മാത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. മോക്ക് പോൾ സമയത്ത് കൺട്രോൾ യൂണിറ്റ് മാത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. മോക്ക് പോൾ സമയത്ത് വിവിപാറ്റ് മാത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ വിവിപാറ്റ് മാത്രം മാറ്റിയാൽ മതി. ഇത് മോക്ക് പോൾ സമയത്താണുള്ള കേസാണ്. എന്നാൽ യഥാർത്ഥ പോള് തുടങ്ങിയതിന് ശേഷം ബാലറ്റിംഗ് യൂണിറ്റോ കൺട്രോൾ യൂണിറ്റോ പ്രവർത്തിച്ചില്ലെങ്കിൽ ഫുൾ സെറ്റ് മാറ്റണം. ബാലറ്റിംഗോ കൺട്രോൾ യൂണിറ്റ് മാറ്റണം, കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും ബാലറ്റിംഗ് യൂണിറ്റും പുതിയ സെറ്റ് ആക്കണം. ഇനി ഇലക്ഷൻ സമയത്ത് ചേഞ്ച് വിവിപാറ്റ് കാണിച്ചാൽ വിവിപാറ്റ് മാത്രം മാറ്റിയാൽ മതി. ചേഞ്ച് പവർ പാക്ക് ഓഫ് CU അല്ലെങ്കിൽ വിവിപാറ്റ് എന്ന് കാണിച്ചാൽ ഏത് ഇലക്ഷൻ സമയത്ത് ആ പവർ പാക്ക് മാത്രം മാറ്റാവുന്നതാണ്.
അപ്പൊ നമ്മൾ ഇതൊന്ന് കേട്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടായാൽ മതി, ഒരു ചെറിയ ധാരണ ഉണ്ടായാൽ മതി. കാരണം നമുക്കിത് സംഭവിക്കൂല, എന്നാൽ സംഭവിച്ചാലോ എന്ന് ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ഏതാ ഇതിൽ വരുന്ന കേസ് എന്തെങ്കിലും ഉണ്ടോ അത് അന്നേരം നമുക്ക് ഡീൽ ചെയ്യാം. അല്ല നമ്മൾ സാധനം കംപ്ലൈന്റ് ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി പറ്റുമെങ്കിൽ ഡോൺസ് എന്ന് പറഞ്ഞ ഒന്നും കൂടി നോക്കട്ടെ, കഴിയുമെങ്കിൽ അതും കൂടി വീഡിയോ ഇടാം. എല്ലാവരും നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇലക്ഷൻ ആശംസകൾ അർപ്പിക്കുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.